ഹായ് ഫ്രണ്ട്സ്, PSC ഹെൽപ്പ് ലൈനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നീതു. ഇനി വരാൻ പോകുന്ന പരീക്ഷ LDC ഗാദി ബോർഡ് എക്സാമിനും അതുപോലെ തന്നെ VU എക്സാമിന് ആവശ്യമായ പ്രീവിയസ് ഇംഗ്ലീഷിലെ 6ാം ഭാഗമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാരണാസി സ്റ്റാൻഡ്സ് ഓൺ ദ ബാങ്ക് ഓഫ് ഡാഷ് ഗംഗ. ഇത് ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ഗംഗയുടെ മുന്നിൽ ഏത് ആർട്ടിക്കിൾ വരിക എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അതായത് ഗംഗ എന്നാൽ ഒരു നദിയുടെ പേരാണ്. ആ നദിയുടെ പേരായിക്കോട്ടെ, കടലിന്റെ പേര്, സമുദ്രങ്ങളുടെ പേരിന് മുന്നിലൊക്കെ ഡെഫിനറ്റ് ആർട്ടിക്കിളായ ദ എന്നാണ് ചേർത്തേണ്ടത്. അതുകൊണ്ട് തന്നെ നദിയുടെ പേരായ ഗംഗയുടെ മുന്നിലും ഡെഫിനറ്റ് ആർട്ടിക്കിളായ ദ എന്ന് ചേർക്കണം. ഓപ്ഷൻ എ ദ. പക്ഷേ കായലുകളുടെ മുന്നിൽ ദ എന്ന് ചേർത്തരുത്. കായലുകളുടെ പേരുകളുടെ മുന്നിൽ ദ എന്ന് ചേർത്തരുത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഓപ്പോസിറ്റ് ഓഫ് ദി വേർഡ് അനലൈസ്. അനലൈസിന്റെ ഓപ്പോസിറ്റ് ആണ് ചോദിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി, സിന്തസൈസ്. തേർഡ് ക്വസ്റ്റ്യൻ, ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്. ഇതൊരു ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ലെറ്റ്സ് അല്ലെങ്കിൽ ലെറ്റസ്. ലെറ്റ്സ് അല്ലെങ്കിൽ ലെറ്റസിൽ തുടങ്ങുന്ന ഏതൊരു സെന്റൻസിന്റെ ടാഗ് എപ്പോഴും ഷാൽ വി എന്നായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിലെ ആൻസർ ഓപ്ഷൻ എ, ഷാൽ വി. പിന്നെ വില്ലു അല്ലെങ്കിൽ വോണ്ട് യു ആൻസർ ആയി ടാഗായി വരുന്ന സെന്റൻസുകളുണ്ട്. അതായത് ഇംപറേറ്റീവ് സെന്റൻസ്. ബാക്കി എല്ലാം ഇംപറേറ്റീവ് സെന്റൻസ്, അതായത് ആജ്ഞ, ഓർഡർ, റിക്വസ്റ്റുമായി ബന്ധപ്പെട്ട സെന്റൻസുകളാണ് നമ്മൾ ഇംപറേറ്റീവ് സെന്റൻസ് എന്ന് പറയുക. പക്ഷേ ലെറ്റ്സ് അല്ലെങ്കിൽ ലെറ്റസിൽ തുടങ്ങുന്ന സെന്റൻസുകൾ, ആ ഇംപറേറ്റീവ് സെന്റൻസുമായി തുടങ്ങുന്ന സെന്റൻസുകളുടെ ടാഗ് എപ്പോഴും ഷാൽ വി എന്നായിരിക്കും. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഐ ലുക്ക് ഫോർവേഡ് ടു ഡാഷ് യു എഗെയിൻ. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലുക്ക് ഫോർവേഡ് ടു എന്നാണ്. അതായത് ഒരു സെന്റൻസ് ലുക്ക് ഫോർവേഡ് ടു ഉണ്ടെങ്കിൽ അത് തൊട്ടടുത്ത് വരുന്ന വെർബ് എപ്പോഴും ING ഫോമിലുള്ളതായിരിക്കും. ലുക്ക് ഫോർവേഡ് ടു കഴിഞ്ഞു വരുന്ന വെർബ് എപ്പോഴും ING ഫോമിലുള്ളതായിരിക്കും. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി, സീയിങ് ആണ് ആൻസർ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഇഫ് ഐ ഫൈൻഡ് യുവർ പാസ്പോർട്ട് ഐ ഡാഷ് ഇറ്റ് ടു യു. അതായത് ഇത് ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ആദ്യമേ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് ക്ലോസിലെ വെർബ് പ്രസന്റ് ടെൻസ് ആണോ അതോ പാസ്റ്റ് ടെൻസ് ആണോ അതോ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഇതിലെ വെർബ് ഫൈൻഡ് എന്നാണ്. ഫൈൻഡ് എന്നത് പ്രസന്റ് ടെൻസ് ആണ്. അതുകൊണ്ട് തന്നെ മെയിൻ ക്ലോസിൽ വിൽ എന്നാണ് വരിക. ഇതിലെ ഓപ്ഷനിൽ സി, വിൽ സെൻഡ് എന്നാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ആണ് ആൻസർ, വിൽ സെൻഡ്. സിക്സ്ത് ക്വസ്റ്റ്യൻ, choose the most acceptable sentence. Option A, you had better to consult a doctor. Option B, you had better to consulted a doctor. Option C, you had better consulting a doctor. Option D, you had better consult a doctor. ഇതിൽ എന്താ ശ്രദ്ധിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാഡ് ബെറ്റർ കഴിഞ്ഞു കഴിഞ്ഞാൽ ഹാഡ് ബെറ്ററിന് ശേഷം ടു വെർബോ അല്ലെങ്കിൽ ING വെർബോ വരാൻ പാടില്ല. അതായത് ടു കൺസൾട്ട് എന്ന് വരില്ല, ടു കൺസൾട്ടഡ് എന്നും വരില്ല, കൺസൾട്ടിങ് എന്നും വരില്ല. അപ്പൊ യു ഹാഡ് ബെറ്റർ കൺസൾട്ട് എ ഡോക്ടർ എന്നേ വരാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് ഇതിലെ ആൻസർ. സെവൻത്ത് ക്വസ്റ്റ്യൻ, ദേ ആർ ഓർഗനൈസിംഗ് ആൻ എക്സ്കർഷൻ. ആൻ എക്സ്കർഷൻ ഡാഷ് സെലക്ട് പാസീവ് ഫോം. പാസീവ് ഫോം എഴുതാനാണ് പറയണത്. ING ഫോമിലുള്ള സെന്റൻസ് ആണ് തന്നിരിക്കുന്നത്. നമുക്ക് പാസീവ് ഫോമിന്റെ ഫോം ആദ്യം എഴുതാം. ആദ്യം ഒബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആർ പ്ലസ് ബീയിങ്. അത് ING ഉള്ളത് കൊണ്ട് നമുക്ക് ബീയിങ് എന്ന് ചേർത്തണം. ബീയിങ് പ്ലസ് V3 പ്ലസ് ബൈ പ്ലസ് സബ്ജക്റ്റ്. ഇതിലെ ഒബ്ജക്റ്റ് നമുക്ക് ആദ്യം എഴുതണം. ഒബ്ജക്റ്റ് ഇതിൽ തന്നിട്ടുണ്ട്. ആൻ എക്സ്കർഷൻ എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആൻ എക്സ്കർഷൻ എന്ന് എഴുതാം. ആൻ എക്സ്കർഷൻ. ഇനി നമുക്ക് എഴുതേണ്ടത് ഈസ് അല്ലെങ്കിൽ ആർ എന്നാണ് എഴുതേണ്ടത്. ഇതിൽ ഏതാ വരിക നമുക്ക് നോക്കാം. ആൻ എക്സ്കർഷൻ എന്ന് പറയുന്നത് ഒരു സിംഗുലർ ആണ്. അതുകൊണ്ട് ഈസ് എന്നാണ് വരിക. ഇനി അടുത്ത എഴുതേണ്ടത് ബീയിങ്. അടുത്ത എഴുതേണ്ടത് വെർബിന്റെ V3 ഫോം. അത് ഓർഗനൈസിങ് എന്നാണ് വെർബ്. അതിന്റെ V3 ഫോം ഓർഗനൈസ്ഡ്. നമുക്ക് ഇത്രയും എഴുതിയാൽ മതി. എന്നുവെച്ചാൽ ഓപ്ഷൻ തന്നെ ഇത്രേ തന്നിട്ടുള്ളൂ.
അതായത് ഓപ്ഷൻ സി ഈസ് ബീയിങ് ഓർഗനൈസ്ഡ് എന്നാണ് ആൻസർ. ആൻ എക്സ്കർഷൻ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ബാക്കി എടുത്ത് എഴുതാനാണ് പറയുന്നത്. ബാക്കി ഈസ് ബീയിങ് ഓർഗനൈസ്ഡ്, അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ആണ് ആൻസർ. 8th ക്വസ്റ്റ്യൻ, എ ഫ്ലീറ്റ് ഓഫ് ഡാഷ്. അതായത് ഇതൊരു കളക്റ്റീവ് നൗൺസുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ഏതിന്റെ കൂട്ടത്തിനാണ് നമ്മൾ ഫ്ലീറ്റ് എന്ന് പറയുക? അതായത് ഓപ്ഷൻ ഡി ഷിപ്പ്. ഷിപ്പിന്റെ കൂട്ടത്തിനെയാണ് നമ്മൾ ഫ്ലീറ്റ് എന്ന് പറയുക. അതുപോലെ തന്നെ കാറുകളുടെ കൂട്ടത്തിനെ, വെഹിക്കിൾസിന്റെ കൂട്ടത്തിനെ, ലോറികളുടെ കൂട്ടത്തിനൊക്കെ നമ്മൾ ഫ്ലീറ്റ് എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് ഇതിൽ ആൻസർ ഓപ്ഷൻ ഡി ഷിപ്സ്. 9th ക്വസ്റ്റ്യൻ, ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. രാജു ആസ്ക്ഡ് രവി, ഹാവ് യു സീൻ എ പിക്ചർ. അതായത് ഇത് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റാനാണ് പറയണത്. ഹാവ് യു സീൻ എ പിക്ചർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു പിക്ചർ കണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ യെസ് അല്ലെങ്കിൽ നോ എന്നാണ് ആൻസർ വരിക. അതുകൊണ്ട് രണ്ട് സെന്റൻസിനെ നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള വേർഡാണ് ഇതിൽ വെദർ എന്നത്. അതായത് യെസ് ഓർ നോ എന്നുള്ള ആൻസർ വരുന്ന ആ ഒരു സെന്റൻസിൽ കണക്ട് ചെയ്യുന്ന വേർഡ് ഏതാണ്? വെദർ അല്ലെങ്കിൽ ഇഫ് എന്നത്. പക്ഷേ ഓപ്ഷൻസിൽ വെദറിന്റെ മാത്രം തന്നിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇഫ് എന്നത് മാറ്റി വെക്കാം. നമുക്കിതിൽ ആൻസർ ഏതാണെന്ന് നമുക്ക് നോക്കാം. ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാവ് യു സീൻ എ പിക്ചർ. അത് നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ച് വരുമ്പോൾ പാസ്റ്റൻസ് ആണ് വരിക. അതുകൊണ്ട് ഓപ്ഷൻ എ ഹാഡ് എന്നുണ്ട്, ഹാഡ് പാസ്റ്റൻസ് ആണ്. അതുകൊണ്ട് ഓപ്ഷൻ സിയും സോ എന്നുണ്ട്, അതും പാസ്റ്റൻസ് ആണ്. ഇതിലേത് എന്നാണ് നമുക്ക് അറിയേണ്ടത്. ഇനി നമുക്ക് നോക്കേണ്ടത് ഹാവ് യു സീൻ എ പിക്ചർ എന്നത് ഹാവിന്റെ പാസ്റ്റൻസ് ആണ് ഹാഡ് എന്നത്. അതുകൊണ്ട് തന്നെ ആൻസർ ഓപ്ഷൻ എ രാജു ആസ്ക്ഡ് രവി വെദർ ഹി ഹാഡ് സീൻ എ പിക്ചർ എന്നതാണ്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഹാവിന്റെ പാസ്റ്റൻസ് ആണ് ഹാഡ്, അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് കറക്റ്റായ ആൻസർ. 10th ക്വസ്റ്റ്യൻ, ദ സിനോണിം ഓഫ് ഫയർ ഈസ്. ഫയറിന്റെ സിനോണിം അതായത് മീനിങ് ആണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഫയർ എന്ന് പറയുമ്പോൾ തന്നെ തീ എന്നാണ് മനസ്സിലേക്ക് വരിക. പക്ഷേ ഫയറിന് വേറൊരു മീനിങ് കൂടിയുണ്ട്, അതായത് ജോലിയിൽ നിന്നും പിരിച്ചുവിടുക എന്നത്. അതുകൊണ്ട് തന്നെ ഫയറിന്റെ മീനിങ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ഡിസ്മിസ് എന്നതാണ്. ഡിസ്മിസിന്റെ മീനിങ്ങും പിരിച്ചുവിടുക എന്ന് തന്നെയാണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ ഡി ഡിസ്മിസ്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനിൽ ലഭിക്കുന്നതായിരിക്കും. താങ്ക്